നമസ്കാരം. ഇലക്ട്രിക് കാറുകളുടെ അവസാന വാക്കാണ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ടെസ്ല. ഇലക്ട്രോണിക് വാഹന രംഗത്ത് പലരും പയറ്റുന്നത് ടെസ്ലയുടെ തന്ത്രങ്ങളാണെന്ന് വേണം പറയാൻ. ലോകത്തിലെ നമ്പർ 1 EV നിർമ്മാതാക്കൾ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ മണ്ണിലേക്ക് കാലുകുത്താൻ പോകുന്നുവെന്ന വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്നാൽ ഈ കാത്തിരിപ്പിന് ഉടൻ വിരാമമുണ്ടാവുമെന്ന പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് ഗുജറാത്തിൽ സ്ഥാപിക്കുമെന്ന് റിപ്പോർട്ട്. ജനുവരിയിൽ ഗുജറാത്തിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിൽ ടെസ്ല CEO ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. താൽപര്യമുള്ള നിക്ഷേപകരുടെ വാർഷിക ആഗോള സമ്മേളനത്തിന്റെ 10ാം പതിപ്പാണ് ഈ ഉച്ചകോടി. ടെസ്ല മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഗുജറാത്ത് സർക്കാർ അംഗീകരിച്ചതായും കമ്പനി സംസ്ഥാനത്ത് പ്ലാന്റ് ആരംഭിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മിക്കവാറും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ടെസ്ല കാറുകൾ ഇന്ത്യൻ നിരത്തുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിരുന്നു കമ്പനിയുടെ പ്രഥമ പരിഗണനയിലുണ്ടായിരുന്നത്. എന്നാൽ നിബന്ധനകൾ ഗുജറാത്ത് സർക്കാർ അംഗീകരിച്ചതോടെ പ്ലാന്റ് തുടങ്ങാൻ ഗുജറാത്തിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഗുജറാത്ത് സർക്കാർ വക്താവ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലെ പ്രതികരണം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ്. ഗുജറാത്ത് സർക്കാർ മുന്നോട്ട് വച്ച അഭിപ്രായങ്ങൾ ടെസ്ല CEO അംഗീകരിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും മന്ത്രി ഋഷികേശ് പട്ടേൽ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി നടത്തി വിൽപ്പന നടത്താൻ ടെസ്ല പദ്ധതിയിട്ടിരുന്നു. എന്നാൽ മോട്ടോർ വാഹന ഇറക്കുമതി നയങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്ത്യയിൽ പ്ലാന്റ് ആരംഭിക്കാൻ കമ്പനി തീരുമാനമെടുത്തത്. രാജ്യത്ത് $200 കോടി നിക്ഷേപിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ഈ വർഷം ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച വേളയിൽ ടെസ്ല CEO ഇലോൺ മസ്കുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുടെ വളർച്ചയിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച അദ്ദേഹം രാജ്യത്ത് നിക്ഷേപം നടത്താനുള്ള താൽപര്യവും പ്രകടിപ്പിച്ചിരുന്നു. അടുത്ത വർഷം ജനുവരിയിൽ ഗുജറാത്തിൽ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ ഇലോൺ മസ്ക് നേരിട്ടെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഗുജറാത്തിന് പുറമെ മഹാരാഷ്ട്രയും തമിഴ്നാടും ടെസ്ലയുടെ പരിഗണനയിലുണ്ട്. 3 സംസ്ഥാനങ്ങളിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും വൈദ്യുത വാഹനങ്ങളുടെ വിപണിക്കും കയറ്റുമതിക്കും അനുകൂല സാഹചര്യങ്ങളും ഉള്ളതാണ് ആകർഷിക്കാനുള്ള പ്രധാന കാരണം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടെസ്ല അതിന്റെ നിർമ്മാണ കേന്ദ്രം ഗുജറാത്തിലെ സാനന്ദിൽ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടാറ്റ മോട്ടോഴ്സ് പോലുള്ള രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണിത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.